ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പല കാര്യങ്ങളും നോക്കിയായിരുന്നു. ഒന്ന് കേസ് സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഫോർ ലൂപ്പ് വന്നു കഴിഞ്ഞാൽ, നമ്മളുടെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ സ്യൂഡോ കോഡിൽ ഒരു ഫോർ ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഈ പ്രോഗ്രാം എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 50 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് 50, 49 അല്ലേ, അങ്ങനെ 1 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ ആദ്യം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം സ്യൂഡോ കോഡ് എക്സ്പ്ലനേഷനാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്കൊരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കൗണ്ട് 50 മുതൽ ഡൗൺ ടു 1, കുറഞ്ഞു 1 വരെയാണ് വരേണ്ടത്. എന്നിട്ട് നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത്, പ്രിന്റ് കൗണ്ട് ചെയ്യണം. എന്നിട്ട് ഫോർ ലൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻഡ് ഫോർ സ്യൂഡോ കോഡ് നമ്മൾ എഴുതും. എന്നിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പം സ്റ്റാർട്ട് റൗണ്ടഡ് റെക്ടാങ്കിളിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇത് നമുക്കൊരു ഫോർ ലൂപ്പാണ്. അപ്പോൾ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഹെക്സഗൺ വരയ്ക്കണം. എന്നിട്ട് നമ്മുടെ ലൂപ്പ് വേരിയബിൾ എന്ന് പറയുന്ന കൗണ്ടാണ്. കൗണ്ട് കൊടുക്കുക. അതിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ 50, എൻഡിങ് വാല്യൂ 1. കുറഞ്ഞല്ലേ, -1 വെച്ച് കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ -1 ആണ് പറഞ്ഞത്. അപ്പോൾ ബൈ -2 എന്നായിരുന്നെങ്കിൽ നമ്മളിവിടെ -2 എന്ന് എഴുതി തരാം. ഇവിടെ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ -1 വെച്ചായിരിക്കും കുറഞ്ഞു വരുന്നത്. ഇനി ആ റിസൾട്ട് പ്രിന്റ് ചെയ്യണം. അത് നമ്മൾ പാരലലോഗ്രത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി വേറൊരു പ്രത്യേകത, അല്ലെ നമ്മൾ ഈ ഫോർ ലൂപ്പ് വരയ്ക്കുമ്പം മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സർക്കിളിൽ നമ്മൾ ഈ ലൂപ്പ് വേരിയബിൾ ആയിട്ടുള്ള കൗണ്ടിന്റെ വാല്യൂ ആണല്ലോ ഈ വേരി ചെയ്യുന്നത്, അത് കൊടുത്തുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്ത് തിരിച്ചു വരയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. അതാണ് ഇതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ സർക്കിളിൽ നമ്മൾ കൗണ്ട് വേരിയബിൾ കൊടുത്തുകൊണ്ട് കണക്ട് ചെയ്ത് ഇത് തിരിച്ച് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണണം. ഓക്കെ, ഇപ്പോൾ 5 ഫാക്ടോറിയൽ കാണണമെങ്കിൽ 5 × 4 × 3 × 2 × 1. സോ ആ ഒരു ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഏത് നമ്പറാണോ ഫാക്ടോറിയൽ കാണേണ്ടത് ആ നമ്പറിനെ റീഡ് ചെയ്തു, n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനിഷ്യലി ഫാക്ടോറിയൽ എന്താക്കി വെച്ചു, 1 ആക്കി വെച്ചു. ഇനി നമ്മൾ വേരിയബിളിൻ്റെ വാല്യൂ, ഇപ്പം ഞാൻ 5ൻ്റെ ഫാക്ടോറിയലാണ് കാണുന്നതെങ്കിൽ 5 ഡൗൺ ടു 1, ദാറ്റ് ഈസ് എന്നിൻ്റെ വാല്യൂ എന്തായി 5 ഡൗൺ ടു 1. എന്നിട്ട് ഫാക്റ്റിൻ്റെ കൂടെ ഫാക്റ്റ് ഇൻറ്റു വേരിയബിളിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കും, n ആയിരിക്കും. അപ്പോൾ 5 ആണെങ്കിൽ 1 × 5 എന്ന് പറയും. എന്നിട്ട് ഡൗൺ ടു 1 ആയതുകൊണ്ട് ഈ വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര ആയിട്ടാണ് കിടക്കുന്നത്, n ആയിട്ടാണ് കിടക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഒന്ന് കുറയും, വേരിയബിളിൻ്റെ വാല്യൂ വേരിയബിൾ -1 ആവും. അങ്ങനെ ഈ ലൂപ്പിൽ 1 വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യവും കിട്ടുന്ന വാല്യൂ ഇൻറ്റു ഫാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വേരിയബിളിന് കിട്ടുന്ന വാല്യൂ ഇൻറ്റു ഫാക്റ്റ് ചെയ്ത് റിസൾട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യുന്നു. സോ ഇതിന് കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കണമെങ്കിൽ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് റീഡ് ചെയ്തു, n റീഡ് ചെയ്തു. ഫാക്റ്റ് വാല്യൂ 1 ആക്കുന്നു. സോ നമ്മൾ റെക്റ്റാങ്കിളിൽ കൊടുത്തു. ഇനി നമുക്കൊരു ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പിൽ വേരിയബിൾ ആണ് മാറുന്നത്. സോ വേറെ അതിൻ്റെ വാല്യൂ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് n, എൻഡിങ് 1. ഒന്ന് കുറഞ്ഞല്ലേ, ഡൗൺ ടു 1 ആയതുകൊണ്ട് ഇവിടെ -1. ഓക്കെ, തിരിച്ച് 1 to n എന്നായിരുന്നെങ്കിൽ തിരിച്ച് +1 ഇവിടെ വന്നേനെ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ, ഫാക്റ്റ് ഈസ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു വേരി ചെയ്യണം. അത് റെക്റ്റാങ്കിളിൽ കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഫോർ ലൂപ്പിൽ നമ്മൾ ആ വേരിയബിളിൻ്റെ വാല്യൂ അല്ലേ ചേഞ്ച് ചെയ്തത്, ഇന്നത്തെ ഒരു സർക്കിളിൽ കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഹെക്സഗണിലോട്ട് കണക്ട് ചെയ്തിരിക്കണം. ഇനി നമുക്ക് റിസൾട്ട് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ്. നമ്മൾ ഓരോ നമ്പറുകളും റീഡ് ചെയ്യുക, അതിൻ്റെ ലാർജസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കൗണ്ട് റീഡ് ചെയ്യണം. കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് നമ്പേഴ്സ് വേണം, പിന്നെ 1 by 1 ഓരോ നമ്പറുമാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണമായിട്ട് റീഡ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 നമ്പേഴ്സ് ലാർജസ്റ്റ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. റീഡ് n കൊടുത്തു, ഒരു നമ്പറും റീഡ് ചെയ്തു. ഇവിടെ നം എന്ന് പറയുന്ന വേരിയബിളിൽ ഫസ്റ്റ് നമ്പറും വന്നു. ഓക്കെ, അപ്പം ഈ എന്നിൽ കൗണ്ട് വേരിയബിൾ വന്നു, നം എന്ന് പറയുന്ന വേരിയബിളിൽ ഫസ്റ്റ് നമ്പറും വന്നു. ഇനിഷ്യലി നമ്മൾ ആ റീഡ് ചെയ്ത ഫസ്റ്റ് നമ്പർ ലാർജ് ആക്കി സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ട് വേരി ചെയ്യുന്നത് 1 to n-1 വരെ നമുക്ക് നോക്കിയാൽ മതി. കാരണം ഒരു നമ്പർ നമ്മൾ ലാർജ് ആക്കി വെച്ചു. അപ്പോൾ 10 എണ്ണം അല്ലേ, എന്നിൻ്റെ വാല്യൂ ഞാൻ 10 അല്ലേ കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ ഒരു നമ്പർ റീഡ് ചെയ്ത് കഴിഞ്ഞു, അത് ലാർജ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാക്കി. ഇനി 9 എണ്ണം എനിക്ക് റീഡ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇവിടെ 1 to n-1, ദാറ്റ് ഈസ് 1 to 9 വരെ. ഇനി ഞാൻ അടുത്ത നമ്പർ റീഡ് ചെയ്തു.
അപ്പം ലാർജിൽ ഫസ്റ്റ് നമ്പർ കിടപ്പുണ്ട്. ഇപ്പം ഞാൻ നമ്മിലോട്ട് സെക്കൻഡ് നമ്പർ റീഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം റീഡ് ചെയ്ത നമ്പർ ഗ്രേറ്റർ ദാൻ ലാർജ് ആണോ എന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ ലാർജ് എന്താക്കി സെറ്റ് ചെയ്തു, നമ്മാക്കി സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതൊരു ഫോർ ലൂപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ ഫോർ ലൂപ്പ് വീണ്ടും ബിഗിനിങ് ചെയ്യും. കൗണ്ടിൻ്റെ വാല്യൂ 1 എന്നുള്ളത് 2 ആയി മാറി. എന്നിട്ട് അടുത്ത നമ്പർ റീഡ് ചെയ്യുന്നു. ആ നമ്പർ നമ്മിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി ആ നമ്പറും ഇപ്പം ലാർജ് ഉള്ളത് ലാർജ് വരും, ആ ലാർജുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇവരിൽ ആരാണോ ലാർജ് ആ ലാർജിനെ ലാർജ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെ n-1 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. കാരണം ഒരു നമ്പർ നമുക്ക് ലൂപ്പിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ, ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പം ലാർജ് വാല്യൂ ഈ ലാർജ് എന്ന് പറയുന്ന വേരിയബിളിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ പുറത്തിറങ്ങി പ്രിന്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കണമെങ്കിൽ നേരെ ഈസി ആയിട്ട് അങ്ങ് വരയ്ക്കാം, ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട്. അപ്പോൾ ഫസ്റ്റ് റീഡ് n നമ്മുടെ കൗണ്ട് വാല്യൂ, പിന്നെ ഫസ്റ്റ് ഒന്നാമത്തെ നമ്പർ നമ്മൾ റീഡ് ചെയ്തു. ഇനീഷ്യലി നമ്മൾ ലാർജിലോട്ട് എന്ത് അസൈൻ ചെയ്തു, നം അസൈൻ ചെയ്തു, അത് റെക്റ്റാങ്കിളിൽ അസൈൻ ചെയ്തു. പിന്നെ ഒരു ഫോർ ലൂപ്പ്, അത് നമ്മൾ നോർമലി ഹെക്സഗണിൽ അസൈൻ ചെയ്തു. ഇവിടെ നിങ്ങൾ 1 to n-1 ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 1, എൻഡിങ് n-1, കൗണ്ട് കൂടിക്കൂടി വരുന്നതായതുകൊണ്ട് കൗണ്ട് 1 ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്പർ റീഡ് ചെയ്തു. ഈ ഫോർ ലൂപ്പിനകത്താണ് ഈ ഇഫ് കണ്ടീഷൻ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ഈ ഹെക്സഗണിൻ്റെ അകത്തോട്ട് വന്നിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. നം ഗ്രേറ്റർ ദാൻ ലാർജ് ആണോ എന്ന് നോക്കി. ആണ് എങ്കിൽ ആണ് ഇപ്പോൾ ലാർജ് എങ്കിൽ ലാർജിലോട്ട് എന്ത് അസൈൻ ചെയ്യണം, നം അസൈൻ ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും നമ്മൾ ഈ കൗണ്ട് വേരിയബിളിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇവർ തിരിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുറത്തിറങ്ങിയതിന് ശേഷം ലാർജ് പ്രിന്റ് ചെയ്യുക, പുറത്തിറക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് ഏജ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്യൂഡോ കോഡും അതിന് കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ടുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സ്യൂഡോ കോഡ് നോക്കാം. സ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യലി സമ്മും 0 ആക്കി കൊടുത്തു, കൗണ്ടും 0 ആക്കി കൊടുത്തു. ഇനി ഒരു കുട്ടിയുടെ ഏജ് ആദ്യം റീഡ് ചെയ്യുന്നു. ആ ഏജ് നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കി. 0 വരുമ്പോഴായിരിക്കും ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ആരെങ്കിലും ഒരു ഏജ് 0 ആയിട്ട് പ്രസ് ചെയ്താൽ അവിടെ സ്റ്റുഡൻറ് കൗണ്ട് തീർന്നു എന്നുള്ള അസംഷനിലാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അപ്പം ആദ്യം ഏജിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വെച്ചാൽ ഏജിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് നോക്കി. വാല്യൂ ഉണ്ട് എങ്കിൽ നമുക്ക് ആവറേജ് ഏജ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സമ്മിലോട്ട് ഇപ്പം വന്ന ഏജ് അങ്ങ് ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഒരു കുട്ടി വന്നു എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ട് ഒന്ന് കൂട്ടി. ഓക്കെ, എന്നിട്ട് അടുത്തത് എന്ത് ചെയ്തു, അടുത്ത കുട്ടിയുടെ ഏജ് റീഡ് ചെയ്തു. ഇനി വീണ്ടും ഈ വൈൽ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിൽ എത്തുന്നു. ഇപ്പോൾ റീഡ് ചെയ്ത ഏജ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ വീണ്ടും ഇപ്പം വന്ന ഏജ് ഈ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച സമ്മിലോട്ട് ആ ഏജും ആഡ് ചെയ്യുന്നു, കൗണ്ട് ഒന്ന് കൂടുന്നു. അപ്പോൾ ഈ വൈൽ ലൂപ്പിൽ നിന്ന് എപ്പോഴാണ് പുറത്തിറങ്ങുന്നതെന്ന് വെച്ചാൽ ഏജ് ആരെങ്കിലും 0 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ഇതിനകത്ത് പുറത്തിറങ്ങത്തുള്ളൂ. അപ്പോൾ സമ്മിൽ ഓരോ വരുന്ന കുട്ടിയുടെയും ഏജ് ആഡ് ചെയ്ത് സമ്മിൽ ടോട്ടൽ ഏജ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, കൗണ്ടിനകത്ത് എന്തുണ്ടായിരിക്കും, എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നു എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ടോട്ടൽ സമ്മ് ഡിവൈഡഡ് ബൈ കൗണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പം നമുക്ക് ആവറേജ് കിട്ടുന്നു, നമ്മളവയെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് പഠിച്ചു, ഇഫ് പഠിച്ചു. ഇനി വൈൽ എങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ടിൽ കൊടുക്കുന്നതെന്ന് നോക്കാം. വൈല് നമ്മൾ ഉറപ്പായിട്ടും എങ്ങനെയാണ് കേസ് പോലെ തന്നെ വൈലും നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മൾ ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്ന പോലെ തന്നെ ഈ ഡയമണ്ട് ഷേപ്ഡ് ബോക്സിലാണ് കൊടുക്കുന്നത്. നമുക്കിനി ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് സമ്മും കൗണ്ടും ഒരേ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒറ്റ റെക്റ്റാങ്കിൾ നമുക്ക് അങ്ങ് കൊടുക്കാം. എന്നിട്ട് ഒരു ഏജ് റീഡ് ചെയ്യുന്നു. ഇനി വൈൽ എഴുതിയിട്ട് ഏജ് നോട്ട് ഈക്വൽ ടു 0, കണ്ടീഷൻ ട്രൂ ആണല്ലേ, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ട്രൂ ആണെങ്കിൽ ഇവിടെ വന്ന് സമ്മിലോട്ട് ആ ഏജ് ആഡ് ചെയ്യുന്നു. ഒരു കുട്ടി കൂടി എന്നുള്ള കൗണ്ട് +1 ആക്കുന്നു. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഏജ് എപ്പോഴെങ്കിലും 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ടീഷൻ ഫോൾസ് ആവുന്നു, പുറത്തിറങ്ങുന്നു, ആവറേജ് കണ്ടുപിടിക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുന്നതൊക്കെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷനിൽ ആണ് നടക്കുന്നത്. സോ അത് റെക്റ്റാങ്കിളിൽ കൊടുക്കുന്നു. റീഡും പ്രിന്റും എപ്പോഴും പാരലലോഗ്രാമത്തിൽ തന്നെ കൊടുക്കുന്നു. സ്റ്റാർട്ടും സ്റ്റോപ്പും എപ്പോഴും റൗണ്ടഡ് റെക്റ്റാങ്കിളിലുമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോ